ഗൈസ് ജെഫോട്ടെങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ ചാനലിൽ നിങ്ങൾ നമ്മളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ചാനലിനകത്ത് വ്യൂസ് ഇല്ലാത്തതിൻ്റെ കാരണം നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. എത്ര വലിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ചെറിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യൂസ് വരുന്നില്ല എങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ചാനലിലെ വ്യൂസിനുള്ള പരിഹാരം, നമ്മുടെ വ്യൂസ് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആ കാരണം കണ്ടുപിടിച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അത് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. നമുക്ക് വേറെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് യൂട്യൂബിനോട് ചാറ്റ് ചെയ്താൽ തന്നെ യൂട്യൂബ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ ഇന്ന നമ്മൾ ശരിയില്ല എന്ന് മാത്രമേ പറയുള്ളൂ. വേറെ ഒരു കാര്യം കാണിച്ചു തരാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് തന്നെ സിമ്പിളായിട്ട് നമ്മുടെ ചാനലിൽ എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സൈഡ് ഞാൻ കാണിച്ചു തരാം. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. വീഡിയോ അവസാനം വരെ പരമാവധി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചാനലിലെ പ്രശ്നം ഇന്നത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനലിലെ ഒരാളുടെ ചാനലിൽ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരുടെ ചാനലിലും പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പോവാണ്. ഓക്കെ, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കാൻ പോവാണ്. ഇത് നമ്മുടെ മെയിൻ ചാനലാണ് കിടക്കുന്നത്. ഞാൻ ഇത് കാണിച്ചു തരാൻ വന്നത് എൻ്റെ ചാനൽ തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ ജെഫോടെക് എന്ന് പറഞ്ഞ ചാനലിൽ തന്നെയാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ചാനലിലെ പ്രശ്നം തന്നെ നമുക്കറിയാം. നമ്മൾ മറ്റുള്ളവരുടെ ചാനൽ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ ചാനലിൽ തന്നെ എന്താണ് എൻ്റെ ചാനലിലെ വ്യൂസിൻ്റെ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പോകണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോസ്, ചില വീഡിയോസിന് എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെയാണ് എൻ്റെ ടെക്കിൻ്റെ അത് നമ്മുടെ ജെഫോട്ടെക് നിങ്ങളിപ്പം വീഡിയോ കാണുന്ന ചാനലിനകത്ത് എനിക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ട്. ഇടുന്ന വീഡിയോസിനൊക്കെ 9,000, 10,000, 12,000, 15,000 ഒക്കെ വ്യൂസ് ഉള്ള ചാനലായിരുന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചാനലിലെ വ്യൂസ് കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിന് ചില കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് 1K, 800, പിന്നെ അതുപോലെ തന്നെ 2K, 3K, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോസിനൊക്കെ എനിക്ക് ഏകദേശം ആ ഒരു ലെവൽ തന്നെ. കഴിഞ്ഞ ദിവസം ഏറ്റവും ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് വന്നേക്കുന്നത് 430 വ്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, 430 വ്യൂസ് കിട്ടിയ ആ ഒരു വീഡിയോയ്ക്ക് എന്താണ് നമ്മുടെ പ്രശ്നം, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം അതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അവിടെ 2.5K വ്യൂസ് കിട്ടിയ ആ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് കയറി അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ പെർഫോമൻസ് ആണ്. ആ വീഡിയോ പെർഫോമൻസിന് മുകളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. നമ്മുടെ 2.5K വ്യൂസ് വന്നിട്ടുണ്ട് ആ വീഡിയോയ്ക്ക്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് അവിടെ ഓവർവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനകത്താണ് ഇപ്പം നമ്മുടെ ചാനൽ കിടക്കുന്നത്, ആ വീഡിയോ സംഭവം കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് റീച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. എല്ലാവർക്കും ഉണ്ട് ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. റീച്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ചിന്തിച്ച കാര്യം, ഞാൻ ഇപ്പം നിന്ന് ഫുള്ള് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞെട്ടിപ്പോയി ഞാൻ. 27.5K ഇംപ്രഷൻ. യൂട്യൂബിൻ്റെ പ്രശ്നമാണോ? അല്ല, നമ്മുടെ പ്രശ്നം മാത്രമാണ്. എൻ്റെ ചാനലിലെ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നിങ്ങളെല്ലാവരും പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 27,500 പേർക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ചിട്ട് എൻ്റെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടത് 2,500 പേരാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതായത് 27,500 പേർക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ചിട്ടാണ് 2,500 പേര് നമ്മുടെ വീഡിയോ കണ്ട് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ എന്താണ് നമ്മുടെ ചാനലിൻ്റെ പ്രശ്നം? യൂട്യൂബിൻ്റെ പ്രശ്നമാണ്. കൂടുതൽ ആൾക്കാർ നമുക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തരുന്ന പ്രശ്നമാണ്. എനിക്ക് തീരെ ഇംപ്രഷൻ പോകുന്നില്ല, എൻ്റെ വീഡിയോ തീരെ കൊള്ളത്തില്ല, എൻ്റെ വീഡിയോ ഒന്നിനും പറ്റത്തില്ല, എനിക്ക് തീരെ റീച്ച് കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ റീച്ച് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണോ കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ തന്നെ പ്രശ്നമാണ്. നമ്മുടെ വീഡിയോ ആരും ക്ലിക്ക് ചെയ്യുന്നില്ല. 27,500 പേർക്ക് യൂട്യൂബിൻ്റെ പ്രശ്നമാണോ? യൂട്യൂബിൻ്റെ പ്രശ്നമല്ല. അതേസമയം ഇംപ്രഷൻ പോകുന്നില്ലെങ്കിൽ അത് നമുക്ക് യൂട്യൂബായിട്ട് ചാറ്റ് ചെയ്ത് നോക്കേണ്ട തന്നെയാണ്. ഓക്കെ, ആ ഈ ഒരു ഇംപ്രഷൻ നമുക്ക് തീരെ പോകുന്നില്ലെങ്കിൽ, ഞാൻ ഇവിടെ 430 ഏറ്റവും അവസാനം അപ്ലോഡ് ആക്കിയ വീഡിയോ, അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. വീഡിയോ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണ്. 10ൽ 10 എനിക്ക് ഏറ്റവും തീരെ ലോ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണ്. 430 പേരാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. അവസാനം 2 ദിവസം മുമ്പിട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ റീച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയും ഞാൻ ഞെട്ടി. 13,400 പേർക്ക് ആ യൂട്യൂബ് ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരുടെ പ്രശ്നമാണ്? എൻ്റെ പ്രശ്നമാണ്. എൻ്റെ മാത്രം പ്രശ്നമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്, അല്ലാണ്ട് യൂട്യൂബിൻ്റെ പ്രശ്നമല്ല. നോക്കണം, 13,400 പേർക്ക് യൂട്യൂബ് ആ റെക്കമെൻഡേഷൻ ഹോം പേജിൽ കൂടെയും നോട്ടിഫിക്കേഷനായിട്ട് അയച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ക്ലിക്ക് കണ്ടേക്കുന്നത് 430 പേരാണ്. അപ്പോൾ പ്രശ്നം വരുന്നത് വേറൊന്നുമല്ല. നിങ്ങൾ കാണാം, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വീഡിയോ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ കാണിക്കും വ്യൂവേഴ്സ് 430, ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് 2.4%. തീരെ ഇംപ്രഷൻ ക്ലിക്കില്ല. അതിൻ്റെ പ്രശ്നം എന്താണ്? ഓക്കെ, അപ്പോൾ ആ ഒരു തമ്പനയിലാണ് ഒന്നാമത്തെ പ്രശ്നം. തമ്പനയിലെ ടൈറ്റിൽ നിങ്ങൾ ഓരോരുത്തരുടെ വീഡിയോ, ഷോർട്ട് ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഷോർട്ട് വീഡിയോക്ക് നമ്മൾ ആ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ തമ്പനയിൽ കൊടുക്കുന്നത്. ഓക്കെ, അവിടെ
നമ്മുടെ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തമ്പനയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോങ് വീഡിയോൻ്റെ എൻ്റെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തമ്പനയിലും ടൈറ്റിലുമാണ്. ഓക്കെ, ആ ടൈറ്റിലും തമ്പനയിലും ആരും ക്ലിക്ക് ചെയ്യുന്നില്ല, ആൾക്കാർക്ക് താല്പര്യമില്ല. അതാണ് സംഭവം. നമ്മൾ വിചാരിക്കും ഒരുപാട് പേര് എന്നോട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും ഞാൻ എന്നേക്കാൾ കൂടുതൽ ആൾക്കാർ പറയുന്നൊരു വേർഡാണത്. എന്നേക്കാൾ കൊള്ളത്തില്ലാത്ത തീരെ മോശമായ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ മനസ്സല്ല എല്ലാവരുടെ. കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അത് ആൾക്കാർ ഏതാണോ കൂടുതൽ ക്ലിക്ക് ചെയ്യാനായിരിക്കുന്നത്, ആൾക്കാരെ കൂടുതൽ ഇഷ്ടപ്പെട്ട് കണ്ടാൽ അത് അവർ കാണത്തുള്ളൂ. നമ്മൾ എത്ര നല്ലോണം ക്രിയേറ്റ് ആക്കിയിട്ടാൽ അത് കാണത്തില്ല. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്, ഞാനിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഒരു ഫോൺ വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോക്ക് എത്ര വ്യൂസ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം നിങ്ങളോട് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം അത് നിങ്ങൾ അറിയണം ഇങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത്. ഞാൻ ഈ ഫോൺ വെച്ചിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ കാറിനകത്ത് കുത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഇപ്പം കാർ സ്റ്റാർട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ AC ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും, ഭയങ്കര ചൂടാകണ്ട. ഞാൻ വിശറക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നത്. പക്ഷേ വ്യൂസ് വരുന്നില്ല. കാരണം എന്താ, ആൾക്കാർക്ക് കാണാൻ താല്പര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാനാവും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടുതൽ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അതാണ് ആവറേജ് വ്യൂ ഡയറക്ഷൻ, അതും ആവറേജ് ആണ്. അതായത് ഈ ഒരു വീഡിയോയ്ക്ക് 7 മിനിറ്റുള്ള വീഡിയോ ആണ്. 7 മിനിറ്റുള്ള വീഡിയോയ്ക്ക് ആ വീഡിയോ ആൾക്കാർ കണ്ടേക്കുന്നത് 2 മിനിറ്റാണ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ. കാരണം മൊത്തമായിട്ട് കണ്ട ആൾക്കാരുണ്ടാവും, എന്നാലും 430 പേര് കണ്ടതിൽ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വന്നേക്കുന്നത് 2.4 സെക്കൻഡാണ്. 2 മിനിറ്റ് 4 സെക്കൻഡ്. അപ്പോൾ എന്താണ് പ്രശ്നം? എൻ്റെ പ്രശ്നമാണ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ യൂട്യൂബിനകത്ത് വിജയിക്കത്തുള്ളൂ. കാരണം നിങ്ങളുടെ ചാനലിനകത്ത് എന്താണോ പ്രശ്നം അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ സക്സസ് ആകത്തുള്ളൂ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് അവസാനിക്കുകയാണ്. ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ സക്സസ് ആകത്തുള്ളൂ. കാരണം അല്ലാതെ ഞാൻ ഓരോ ദിവസവും വീഡിയോ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോ നല്ല വീഡിയോ ആണ്, പക്ഷേ ആരും കാണുന്നില്ല, എന്താണ് കാണാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അഹങ്കാരം വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഒരുപാട് പേരുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറയും, എൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് മേക്കപ്പൊക്കെ ഇട്ട് ഞാൻ ഒരുപാട് സെറ്റപ്പൊക്കെ ആയി നല്ല രീതിയിലാണ് ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോ ചെയ്യുന്നത്, അല്ലേ? ഒരുപാട് ഒരുങ്ങി ഭയങ്കര സെറ്റപ്പിൽ. പക്ഷേ ഒരു രീതിയിൽ ഒരുങ്ങി വെറുതെ കിടന്നിട്ട് അവിടെ കിടന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല വ്യൂവേഴ്സാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഫേസ് കാണാനോ നമ്മുടെ കണ്ടന്റിനാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. എൻ്റെയും നിങ്ങളുടെ ആരുടെ ആയിക്കോട്ടെ, നമ്മുടെ കണ്ടന്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം. അല്ലാതെ നമ്മളെ കാണാനല്ല അവിടെ വരുന്ന ആൾക്കാർ, നമ്മുടെ കണ്ടന്റ് കാണാനാണ്. അല്ല അവർക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിക്കിടുന്ന, അതായത് ഞാനിപ്പോൾ ഒരു കോമഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുന്ന വീഡിയോ ആയിരിക്കണം. അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ആണെങ്കിൽ മാത്രമേ ആ വീഡിയോയ്ക്ക് വ്യൂസ് വരുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകും. അങ്ങനെ കൂടുതൽ സ്കിപ്പ് ചെയ്ത് പോകുന്നതും നമ്മുടെ തമ്പനയിലിനകത്ത് ക്ലിക്ക് ചെയ്യാത്തതുമായ വീഡിയോ ഒരു കാരണവശാലും കയറത്തില്ല. അതാണ് പ്രശ്നം. അത് മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, സത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ചാനലിൻ്റെ വർക്ക് തരുമ്പം വാട്സാപ്പ് സർവീസ് ആയിക്കോട്ടെ, എൻ്റെ വാട്സാപ്പ് സർവീസിൻ്റെ അകത്തുള്ള ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ചാനൽ ചെക്കിങ്ങിനും കാര്യങ്ങളും എനിക്ക് തരുന്ന സമയത്ത് ഞാൻ ഇത് ഓരോന്ന് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലായി എന്തൊക്കെയാണ് പ്രശ്നം. അതാണ് നിങ്ങളോട് പറഞ്ഞു തന്ന് നിങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ സക്സസ് ആകത്തുള്ളൂ. അല്ലാതെ ഒരാളും എത്ര വലിയവനായിക്കോട്ടെ യൂട്യൂബിന് ആർക്കും ഒരു വേർതിരിവില്ല എന്നുള്ളതാണ്. ഞാനായിക്കോട്ടെ, എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, യൂട്യൂബിന് ആരാളോട് ഒരു വേദറിവില്ല. ഏറ്റവും നല്ല കണ്ടന്റ് ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അയാൾ മാത്രമേ യൂട്യൂബിനകത്ത് വിജയിക്കുള്ളൂ. അതിനകത്ത് പൈസക്കാരനില്ല, മതമില്ല, ഭാഷയില്ല, ഒരു വ്യത്യാസവും ഇല്ല. വേറെ ഒരു വ്യത്യാസവും ഇല്ല. നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണോ അയാൾ യൂട്യൂബിനകത്ത് വിജയിക്കും, കൂടുതൽ പൈസ ഉണ്ടാക്കണം. അതാണ് സത്യം. അത് മനസ്സിലാക്കണം. നിങ്ങളുടെ കഴിവ് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് നിങ്ങളുടെ തെറ്റുകൾ തിരുത്തിയിട്ടാണ്. ഞാനിത് പറയുന്നത് വലിയ ആദർശവാനായിട്ട് പറയുന്നതല്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും കണ്ടോ ഒരുപാട് പേരുണ്ട് വിശർത്ത് ഒലിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ അകത്ത് ഫുള്ള് പിള്ളേരെ, എൻ്റെ മക്കൾ പുറത്ത് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാൻ ഈ കാറിൻ്റെ ഇതൊക്കെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ മാത്രമേ സൗണ്ട് ഇല്ലാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാറിനകത്ത് കയറുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ തെറ്റുകൾ നമ്മൾ തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് സക്സസ് ആകാനാവും. അപ്പം പരമാവധി അതേപോലെ മുന്നോട്ട് പോവുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചാനലിനകത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവും നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ.